തുടരുന്നതിനിടെ ചാലക്കുടിയിലും കാടുകുറ്റിയിലും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി വനം വകുപ്പ്. മേഖലയിൽ 50ഓളം ട്രാപ്പ് ക്യാമറകൾ സ്ഥാപിച്ചു. കൊടുങ്ങല്ലൂർ മീനഭരണി ആഘോഷത്തിന് പരിസമാപ്തിയായി. കൊടുങ്ങല്ലൂരമ്മ പള്ളിമാടത്തിൽ എഴുന്നള്ളിയതോടെ കുരുമ്പക്കാവിൽ വെന്നിക്കൊടി ഉയർന്നു. തലോർ മൊബൈൽ ഷോപ്പിലെ കവർച്ച. മോഷണം പോയത് 9,85,000 രൂപയുടെ മൊബൈൽ ഫോണുകളെന്ന് പോലീസ്. മോഷ്ടാക്കൾ മലയാളികളാണെന്ന് നിഗമനം. ഒല്ലൂരിൽ നിർത്തിയിട്ട ലോറിയിൽ ബൈക്കിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. ചിറ്റിശ്ശേരി സ്വദേശി ആഷിഖാണ് മരിച്ചത്. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ നിന്ന് വീണ് യുവാവ് മരിച്ചു. നമസ്കാരം. വാർത്തകൾ വിശദമായി. പുലിഭീതി തുടരുന്നതിനിടെ ചാലക്കുടിയിലും കാടുകുറ്റിയിലും കനത്ത പ്രതിരോധ പ്രവർത്തനങ്ങളുമായി വനം വകുപ്പ്. ചാലക്കുടി പുഴയുടെ മുരിങ്ങൂർ കേന്ദ്രീകരിച്ച് ഇടതു വലത് കരകളിലായി 50ഓളം ട്രാപ്പ് ക്യാമറകൾ സ്ഥാപിച്ചു. രണ്ടിടത്തും 2 വീതം കെണിക്കൂടുകളും വച്ചു. മറ്റൊരു കൂട് അടുത്ത ദിവസം കാടുകുറ്റിയിലെത്തിക്കും. ചാലക്കുടിയിലും കാടുകുറ്റിയിലുമായി പുഴത്തീരം കേന്ദ്രീകരിച്ച് 20 CCTV ക്യാമറകളും സ്ഥാപിക്കും. 75ഓളം വനം വകുപ്പ് ജീവനക്കാരാണ് പുലിയെ പിടികൂടാനുള്ള ദൌത്യത്തിലുള്ളത്. തെർമൽ ക്യാമറ ഘടിപ്പിച്ച ഡ്രോൺ നിരീക്ഷണവും തുടരുന്നുണ്ട്. ഒരാഴ്ചയ്ക്ക് ശേഷം ജനകീയ തെരച്ചിൽ നടത്താനാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നീക്കം. ദാരികനെ നിഗ്രഹിച്ച കൊടുങ്ങല്ലൂരമ്മ പള്ളിമാടത്തിൽ എഴുന്നള്ളിയതോടെ കുരുമ്പക്കാവിൽ വെന്നിക്കൊടി ഉയർന്നു. ഇതോടെ മീനഭരണി ആഘോഷത്തിന് പരിസമാപ്തിയായി. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി മഹോത്സവത്തിന് സമാപനം കുറിച്ചുകൊണ്ട് ക്ഷേത്രാങ്കണത്തിൽ പട്ടാര്യ സമുദായക്കാരാണ് വെന്നിക്കൊടി നാട്ടി കുമ്പളങ്ങ ബലി അർപ്പിച്ചത്. പുലർച്ചെ കിഴക്കേ നടയിലെ പള്ളിമാടത്തിൽ നെറ്റിപ്പട്ടം വിരിച്ച് ഓട്ടുകിണ്ടിയും വാൽക്കണ്ണാടിയും വെച്ച് ദേവിയെ സങ്കല്പിച്ചിരുത്തിയ ശേഷം വരിയരി പായസം നിവേദിച്ചു. ദാരിദ്ര്യ നിഗ്രഹത്തിനിടയിൽ പരിക്കേറ്റ ദേവി പാലയ്ക്കുവേല നിർദ്ദേശിച്ച ചികിത്സയ്ക്ക് ശേഷം ഭക്തർക്ക് ദർശനം നൽകുന്നതാണ് ഈ ചടങ്ങ്. തുടർന്നാണ് മൂത്താശ്ശേരി ചെത്തിമിനുക്കിയ അടയ്ക്കാമരത്തടിയിൽ പട്ടാര്യ സമുദായം വെന്നിക്കൊടി ഉയർത്തിയത്. പിന്നീട് കോഴിക്കല്ലിൽ കുമ്പളങ്ങ മുറിച്ച് ഗുരുതി സമർപ്പിച്ചതോടെ ഭരണിയാഘോഷ ചടങ്ങുകൾ സമാപിച്ചു. പട്ടാര്യ സമുദായം പ്രസിഡന്റ് പി സജീവ്, സെക്രട്ടറി KP അരുൺ, കമ്മിറ്റി അംഗങ്ങളായ രവി കുണ്ടൂർ, പ്രേമൻ കാട്ടിൽ, രാജൻ പുള്ളിയാംപുള്ളിൽ, രതീഷ് മാളക്കാരൻ, രാഹുൽ തെക്കേടത്ത്, ഗീത കുണ്ടൂർ, സ്മിത സന്തോഷ് എന്നിവർ നേതൃത്വം നൽകി. ഭരണി മഹോത്സവത്തിന് ശേഷം കൊടുങ്ങല്ലൂർ നഗരവും ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്ര പരിസരവും CPMന്റെ നേതൃത്വത്തിൽ ശുചീകരിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ചന്ദ്രശേഖരൻ ശുചീകരണം ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം KR ജൈത്രൻ അധ്യക്ഷത വഹിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് TK രവീന്ദ്രൻ ക്ഷേത്ര പരിസരത്തെ ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കാളിയായി. ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KK അബീദലി, ഷീജ ബാബു, കൊടുങ്ങല്ലൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി TP പ്രവേശ്, നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ KP രാജൻ, MS മോഹനൻ എന്നിവർ നേതൃത്വം നൽകി. തലോർ സെന്ററിലെ മൊബൈൽ ഷോപ്പിൽ നിന്ന് മോഷണം പോയത് 9,85,000 രൂപയുടെ മൊബൈൽ ഫോണുകളെന്ന് പോലീസ്. പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു. പുതുക്കാട് SHO V സജീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തുന്നത്. മോഷ്ടാക്കൾ മലയാളികളാണെന്ന നിഗമനത്തിലാണ് പോലീസ്. കവർച്ചയ്ക്ക് ശേഷം മോഷ്ടാക്കൾ പോയ തൈക്കാട്ടുശ്ശേരി റോഡിലെ നിരീക്ഷണ ക്യാമറകൾ പോലീസ് പരിശോധിച്ചു. വെള്ള നിറത്തിലുള്ള മാരുതി സ്വിഫ്റ്റ് കാറിലാണ് മോഷ്ടാക്കൾ എത്തിയത്. തിങ്കളാഴ്ച പുലർച്ചെയാണ് തലോരിലെ അഫാത്ത് മൊബൈൽ ഷോപ്പിൽ കവർച്ച നടന്നത്. ഒല്ലൂരിൽ നിർത്തിയിട്ട ലോറിയിൽ ബൈക്കിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. ചിറ്റിശ്ശേരി സ്വദേശി കുണ്ടേപ്പറമ്പിൽ മണികണ്ഠൻ മകൻ 25 വയസ്സുള്ള ആഷിഖാണ് മരിച്ചത്. ESI സ്റ്റോപ്പിന് സമീപമായിരുന്നു അപകടം. പരിക്കേറ്റ യുവാവിനെ ഒല്ലൂർ ആക്സ് പ്രവർത്തകർ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മേഖലയിൽ അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. വടക്കാഞ്ചേരി റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം ബൈക്കുകൾ കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റ വില്ലടം കാരയിൽ വീട്ടിൽ വിഷ്ണുപ്രിയ, മലപ്പുറം സ്വദേശി അൻസാർ, സഹയാത്രികൻ കോങ്ങാട് സ്വദേശി ജമാലി എന്നിവരെ ആക്സ് പ്രവർത്തകർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒപ്പം സിനിമയിൽ അനുവാദമില്ലാതെ അധ്യാപികയുടെ ഫോട്ടോ ഉപയോഗിച്ച സിനിമാ പ്രവർത്തകരിൽ നിന്നും നഷ്ടപരിഹാരം ഈടാക്കാൻ വിധിച്ച് ചാലക്കുടി മുൻസിഫ് കോടതി.
നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ, സംവിധായകൻ പ്രിയദർശനൻ, അസിസ്റ്റന്റ് സംവിധായകൻ മോഹൻദാസ് എന്നിവരിൽ നിന്നും 1 ലക്ഷം രൂപ നഷ്ടപരിഹാരം ഈടാക്കാനാണ് ചാലക്കുടി മുൻസിഫ് മജിസ്ട്രേറ്റ് MS ഷൈനി ഉത്തരവിട്ടത്. കാടുകുറ്റി വട്ടോലി സജി ജോസഫിന്റെ ഭാര്യയും കൊടുങ്ങല്ലൂർ അസ്മാബി കോളേജ് അധ്യാപികയുമായ പ്രിൻസി ഫ്രാൻസിസ് അഡ്വക്കേറ്റ് P. നാരായണൻകുട്ടി മുഖേന സമർപ്പിച്ച ഹർജിയിലാണ് നടപടി. കോടതി ചെലവായി 1,68,000 രൂപ നൽകാനും ഉത്തരവിട്ടിട്ടുണ്ട്. സിനിമയിലെ 29ാം മിനിറ്റിൽ പോലീസ് ക്രൈം ഫയൽ മറിക്കുമ്പോൾ ക്രൂരമായി കൊല്ലപ്പെട്ട യുവതിയുടെ ഫോട്ടോ എന്ന നിലയിലാണ് തന്റെ ഫോട്ടോ നൽകിയത്. തന്റെ അനുവാദമില്ലാതെ ബ്ലോഗിൽ നിന്ന് ഫോട്ടോ എടുക്കുകയായിരുന്നുവെന്ന് പരാതിക്കാരി പ്രിൻസി ഫ്രാൻസിസ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഭർത്താവ് സജി ജോസഫും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ലോക ഓട്ടിസം ദിനത്തോടനുബന്ധിച്ച് റൺ ഫോർ ഓട്ടിസം എന്ന സന്ദേശവുമായി ഇരിങ്ങാലക്കുട നഗരത്തിൽ സംഘടിപ്പിച്ച ഓട്ടിസം ദിനാചരണം ശ്രദ്ധേയമായി. മണ്ഡലത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾ, ഇരിങ്ങാലക്കുട പോലീസ്, ക്രൈസ്റ്റ് കോളേജ്, സെന്റ് ജോസഫ് കോളേജ്, പ്രതീക്ഷാ ഭവൻ എന്നീ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ടൌൺഹാൾ പരിസരത്ത് നിന്ന് തുടങ്ങിയ വാക്കത്തോൺ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഫ്ളാഗ് ഓഫ് ചെയ്തു. ഓട്ടിസം ബാധിച്ച കുട്ടികളോട് ഉൾച്ചേർക്കൽ സമീപനമുണ്ടാകാൻ സമൂഹം മുന്നോട്ട് വരണമെന്ന് മന്ത്രി പറഞ്ഞു. നേരത്തെ കണ്ടെത്തിയാൽ പരിഹരിക്കാൻ കഴിയുന്ന അവസ്ഥയാണ് ഓട്ടിസം. എല്ലാ മെഡിക്കൽ കോളേജുകളിലും ജനറൽ ജില്ലാ ആശുപത്രികളിലും ഡിറ്റക്ഷൻ സെന്ററുകളുണ്ട്. ഇത് മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും വ്യാപിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, സാമൂഹ്യനീതി വകുപ്പ് ഡയറക്ടർ ഡോക്ടർ അരുൺ S. നായർ, ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ്, ജില്ലാ പഞ്ചായത്ത് അംഗം PK ഡേവിസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിത ബാലൻ, ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ശിവദാസൻ, ക്രൈസ്റ്റ് കോളേജ് പ്രിൻസിപ്പാൾ ഫാദർ ഡോക്ടർ ജോളി ആൻഡ്രൂസ്, സെന്റ് ജോസഫ് കോളേജ് പ്രിൻസിപ്പാൾ സിസ്റ്റർ PD CG തുടങ്ങിയവർ പങ്കെടുത്തു. ഇവിടെ എത്തിയിട്ടുണ്ട്. ഏവരെയും ഞാൻ ഒറ്റ വാക്കിൽ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മൊബൈൽ മോഷണ കേസിലെ 2 പ്രതികളെ റെയിൽവേ പോലീസ് പിടികൂടി. നിലമ്പൂർ സ്വദേശി കോലോത്തുപറമ്പിൽ വീട്ടിൽ നിഷാദ്, സുഹൃത്ത് മലപ്പുറം സ്വദേശി പുന്നക്കാട് വള്ളിയിൽ വീട്ടിൽ രാജു എന്നിവരെയാണ് SI അനിൽ മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ഇവരിൽ നിന്ന് 2 മൊബൈൽ ഫോണുകൾ പിടിച്ചെടുത്തു. കാസർഗോഡ് നിന്ന് എറണാകുളത്തേക്ക് പോവുകയായിരുന്ന പെൺകുട്ടിയുടെ ബാഗിൽ മൊബൈൽ കവർന്നത് പോലീസ് ഉദ്യോഗസ്ഥരായ C. സുമേഷ്, മഗ്നീഷ്, രതീഷ് എന്നിവരും പ്രതികളെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. ഏഴ് വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ 46-കാരന് 19 വർഷം കഠിന തടവും 2,50,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. കടപ്പുറം അഞ്ചങ്ങാടിച്ചാലിൽ ഹൈദരാലിയാണ് ചാവക്കാട് അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജി അന്യാസ് തയ്യിൽ ശിക്ഷിച്ചത്. 2021-22 വർഷങ്ങളിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പിഴയടയ്ക്കാത്ത പക്ഷം 10 മാസം കൂടി അധിക തടവ് അനുഭവിക്കണം. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സിജു മുട്ടത്ത്, അഡ്വക്കേറ്റ് C. നിഷ എന്നിവർ കോടതിയിൽ ഹാജരായി. ലഹരിക്കെതിരെ പറപ്പൂക്കര പഞ്ചായത്തിലെ പോങ്കോത്രയിൽ ജനസഭ സംഘടിപ്പിച്ചു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് അധ്യക്ഷനായി. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KC പ്രദീപ്, പുതുക്കാട് SHO V. സജീഷ് കുമാർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NM പുഷ്പകരൻ, വാർഡ് മെമ്പർ രാധാ വിശ്വംഭരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കവിത സുനിൽ, നന്ദിക്കര സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ തോമസ് ഇളകുന്നപ്പുഴ തുടങ്ങിയവർ സംസാരിച്ചു. ഇതിന്റെ ബുദ്ധിമുട്ട്, പ്രശ്നങ്ങൾ, കാര്യങ്ങളൊക്കെ ഒന്ന് പറയണമെന്ന് ഉള്ള ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് എന്നോട് സൂചിപ്പിച്ചിരുന്നു. അപ്പൊ അങ്ങനെ തീർച്ചയായിട്ടും ഇന്ന് ആ ദിവസം വന്നു ചേർന്നിരിക്കുകയാണ്. ഈ പ്രദേശത്ത് ഈ മയക്കുമരുന്നിൻ്റെതായ എന്തെങ്കിലും ഒരു തുടക്കം നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ ആ കണ്ണി അവിടെ വെച്ച് തന്നെ തകർക്കണം. അതിന് നമ്മളെല്ലാവരും ഒരുമിച്ച്. സമയത്തെ സംബന്ധിച്ചുള്ള തർക്കത്തെ തുടർന്ന് KSRTC ബസ്സിലെ ഡ്രൈവറെ മർദ്ദിച്ചതായുള്ള പരാതിയിൽ 3 പേർക്കെതിരെ മാള പോലീസ് കേസെടുത്തു. സ്വകാര്യ ബസ് ജീവനക്കാരായ വിഷ്ണു, ജെറി, ഡ്രൈവർ എന്നിവർക്കെതിരെയാണ് മാള പോലീസ് കേസെടുത്തത്. KSRTC ബസ്സിലെ ഡ്രൈവർ കോട്ടമുറി പഴുപ്പറമ്പിൽ തോംസന്റെ പരാതിയിലാണ് കേസ്. മധ്യവേനൽ അവധിയായതോടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തജന തിരക്ക് വർദ്ധിച്ചു. തിരക്ക് കണക്കിലെടുത്ത് ക്ഷേത്രത്തിൽ ദർശന സമയം 1 മണിക്കൂർ വർദ്ധിപ്പിച്ചു. ക്ഷേത്രത്തിൽ പുലർച്ചെ മുതൽ ദർശനത്തിന് ഭക്തരുടെ നീണ്ട നിരയാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർക്ക് പുറമെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തരും എത്തുന്നുണ്ട്. അവധിക്കാലവും വൈശാഖ മാസത്തിലെ തിരക്കും കണക്കിലെടുത്താണ് ദർശന സമയം 1 മണിക്കൂർ കൂട്ടാൻ ദേവസ്വം ഭരണസമിതി യോഗം തീരുമാനിച്ചത്. ഏപ്രിൽ 1 മുതൽ മെയ് 31 വരെയാണ് 1 മണിക്കൂർ അധിക ദർശന സമയം ലഭിക്കുക. സാധാരണ വൈകിട്ട് 4:30 തുറക്കാറുള്ള ക്ഷേത്രനട ഇന്നു മുതൽ 3:30 തുറക്കും.
നട തുറന്ന് ശീവേലി കഴിയുന്നതോടെ ഭക്തർക്ക് ദർശനം സാധ്യമാകും. തിരക്കുള്ള സമയങ്ങളിൽ കൂടുതൽ ഭക്തർക്ക് ദർശന സൌകര്യം ലഭിക്കാനാണ് ദർശന സമയം 1 മണിക്കൂർ നീട്ടുവാൻ ഭരണസമിതി തീരുമാനിച്ചത്. എരുമപ്പെട്ടി നെല്ലുവായ് പാടശേഖരത്തിൽ സാമൂഹ്യ വിരുദ്ധരുടെ വിളയാട്ടം. നെല്ലുവായ് പട്ടാമ്പി റോഡരികിലെ വിവാഹ മണ്ഡപത്തിനോട് ചേർന്നുള്ള ഭാഗത്താണ് സാമൂഹ്യ വിരുദ്ധ രാത്രികാലങ്ങളിൽ ഒത്തുകൂടുന്നത്. മദ്യപാനവും ലഹരി വസ്തുക്കളുടെ ഉപയോഗവും ഇവിടെ നടക്കുന്നുണ്ട്. മദ്യക്കുപ്പികളും പ്ലാസ്റ്റിക് കുപ്പികളും പാടശേഖരത്തിലെ പല ഭാഗങ്ങളിലും വലിച്ചെറിഞ്ഞ അവസ്ഥയിലാണ്. പാടശേഖരത്തിലെ തോട്ടിൽ തടയണയ്ക്ക് സമീപത്ത് കുപ്പികൾ ചിതറിക്കിടക്കുന്നുണ്ട്. കുപ്പികൾ നെൽവയലുകളിൽ പൊട്ടിച്ചിതറിക്കിടക്കുന്നത് കർഷകർക്ക് ബുദ്ധിമുട്ടായി മാറിയിരിക്കുകയാണ്. പരിസരത്തുള്ള വീട്ടുകാർക്കും സാമൂഹിക വിരുദ്ധരുടെ വിളയാട്ടം ശല്യമാകുന്നതായും പരാതിയുണ്ട്. ഈ പാടശേഖരത്തിൽ മുണ്ടക്കൊയ്ത്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഇവിടുത്തെ ഒരു ദുരിതമാണ് മദ്യപാനികളുടെ ശല്യം. പാടശേഖരത്തിൽ മൊത്തം തന്നെ പൊട്ടുന്ന കുപ്പികളും പൊട്ടാത്ത കുപ്പികളുമായിട്ട് മദ്യപാനികൾ കൊണ്ടുവന്ന് ഈ പാടശേഖരത്തിൽ നിറച്ച് പിന്നീട് ഒരു പണിക്കിറങ്ങുന്ന സമയത്ത് മഴ പെയ്ത് പൂട്ടുകയും മറ്റും ചെയ്യുന്ന സമയത്ത് കൃഷിക്കാരെ കാലിൻ്റെ മുകളിൽ കുപ്പികൾ പൊട്ടുക, അങ്ങനെ അവർ ആസ്പത്രി പോവുക, അങ്ങനെ ദുരിതങ്ങൾ അനവധി സമയങ്ങളായിട്ട് ഇങ്ങനെ ദുരിതങ്ങൾ പല സമയങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ ഒരു അറുതി വരുത്താൻ സമൂഹത്തിൽ മൊത്തം ആൾക്കാരും പ്രതികരിക്കണം എന്നാണ് എൻ്റെ ഭാഗത്തുനിന്നുള്ള എൻ്റെ അഭിപ്രായം. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ നിന്ന് വീണ് അജ്ഞാതൻ മരിച്ചു. ചൊവ്വാഴ്ച പുലർച്ചെ 1:15 മംഗലാപുരം തിരുവനന്തപുരം ട്രെയിനിൽ നിന്നാണ് ഏകദേശം 32 വയസ്സ് തോന്നിക്കുന്ന യുവാവ് വീണത്. ഇയാളെ സംഭവസ്ഥലത്തുനിന്നും ആക്സി പ്രവർത്തകർ മെഡിക്കൽ കോളേജിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല. ആറാട്ടുപുഴ പൂരത്തിന്റെ ആതിഥേയനായ ആറാട്ടുപുഴ ശാസ്താവിന് മേളപ്രമാണിമാർ നിറപറയും നെയ്യും സമർപ്പിച്ചു. തിരുവാതിര വിളക്ക്, ആറാട്ടുപുഴ പൂരം എന്നീ ദിവസങ്ങളിൽ പഞ്ചാരി മേളവും, പെരുവനം പൂരം, തറയ്ക്കൽ പൂരം എന്നീ ദിവസങ്ങളിൽ പാണ്ടിമേളവും അരങ്ങേറും. പെരുവനം പൂരത്തിനും തറയ്ക്കൽ പൂരത്തിനും ഉരുട്ടുചണ്ടയിൽ പെരുവനം കുട്ടന്മാരാരും, തിരുവാതിര വിളക്കിനും ആറാട്ടുപുഴ പൂരത്തിനും ഉരുട്ടുചണ്ടയിൽ പെരുവനം സതീശന്മാരാരും പ്രമാണിമാരാകും. കുറുങ്കുഴലിൽ കീഴൂട്ട് നന്ദനനും, വലന്തലയിൽ പെരുവനം ഗോപാലകൃഷ്ണനും, കൊമ്പിൽ കുമ്മത്ത് രാമൻകുട്ടി നായരും, ഇലത്താളത്തിൽ കുമ്മത്ത് നന്ദനനും ശാസ്താവിന്റെ എല്ലാ മേളകളിലും പ്രമാണിമാരാകും. പ്രസിഡന്റ് രവി ചക്കോത്ത്, സെക്രട്ടറി കെ രഘുനന്ദനൻ, ട്രഷറർ യു അനിൽകുമാർ, വൈസ് പ്രസിഡന്റ് PR പവിദാസ്, ജോയിന്റ് സെക്രട്ടറി മധു മംഗലത്ത്, ഓഡിറ്റർ കെ വേണുഗോപാൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ പ്രമാണിമാരെ സ്വീകരിച്ചു. ഏപ്രിൽ 9-നാണ് ആറാട്ടുപുഴ പൂരം. നെയ്വിളക്ക് പ്രഭയിൽ ആറാട്ടുപുഴ ക്ഷേത്രം. സമ്പൂർണ്ണ നെയ്വിളക്കിന്റെ പൊൻപ്രഭയിൽ ആറാട്ടുപുഴ ശാസ്താവിനെ ഭക്തർ തൊഴുതു വണങ്ങി. പൂരത്തോടനുബന്ധിച്ച് ചുറ്റുവിളക്ക് ദേശക്കാരുടെ വഴിപാടായ സമ്പൂർണ്ണ നെയ്വിളക്കോടെയാണ് സമർപ്പിച്ചത്. വിളക്കുമാടത്തിലെ 5000-ഓളം ഓട്ടുചെരാതുകൾ ഉൾപ്പെടെ ക്ഷേത്രത്തിനകത്തും പുറത്തുമുള്ള എല്ലാ വിളക്കുകളിലും 2 ദീപസ്തംഭങ്ങളിലും നെയ്വിളക്കുകൾ തെളിഞ്ഞു. പ്രദക്ഷിണ വഴിയിലും ചുറ്റിനകത്തും മൺചെരാതുകളിൽ എള്ളുതിരിയാണ് കത്തിച്ചത്. 100 കണക്കിന് ഭക്തർ സമ്പൂർണ്ണ നെയ്വിളക്കിൽ പങ്കാളികളായി. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രോത്സവത്തിന് വെള്ളിയാഴ്ച കൊടിയേറുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു. വൈകിട്ട് 7:30-ന് ക്ഷേത്രം തന്ത്രിമാരായ തെക്കേടത്ത് ശശിധരൻ നമ്പൂതിരി, അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറ്റം നടക്കും. ക്ഷേത്രോത്സവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായ ഉത്സവ ബലി ഈ മാസം 9-നും പള്ളിവേട്ട 10-നും നടക്കും. 11-ന് ചിറളയം ശ്രീരാമസ്വാമി ക്ഷേത്രകുളത്തിലെ ആറാട്ട് കഴിഞ്ഞ് ദേശപ്പറയും നടക്കൽ പറയും കഴിഞ്ഞ് ക്ഷേത്രത്തിലെത്തി കൊടിയിറങ്ങുന്നതോടെ ഈ വർഷത്തെ ഉത്സവത്തിന് സമാപനമാകും. ഉത്സവ ദിനങ്ങളിൽ ക്ഷേത്രത്തിൽ 3 നേരവും അന്നദാനമുണ്ടായിരിക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം പ്രസിഡന്റ് കെ സുബിദാസ്, സെക്രട്ടറി സുനീഷ് ഐനിപ്പുള്ളി, വൈസ് പ്രസിഡന്റ് OA പരമൻ, ജോയിന്റ് സെക്രട്ടറി രാജീവ് തറയിൽ, മെമ്പർ കെ മണികണ്ഠൻ എന്നിവർ പങ്കെടുത്തു. കല്ലൂർ പാറക്കാട് നെല്ല് കയറ്റിവന്ന ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞു. അപകടത്തിൽ നമ്പാടൻ വർഗീസിന്റെ മതിലും ഗേറ്റും തകർന്നു. ലോറി ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. റോഡിൽ സംസാരിച്ചുകൊണ്ടിരുന്നവർ ലോറി വരുന്നത് കണ്ട് ഓടി മാറിയതിനാൽ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. വളവിൽ നിയന്ത്രണം വിട്ട ലോറി റോഡ് സൈഡിലെ വീടിന്റെ മതിലിനോട് ചേർന്ന് മറിയുകയായിരുന്നു. പാലക്കാട് നിന്നും നെല്ലുമായി കാലടിയിലേക്ക് പോകുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്.
സാങ്കേതിക വിദ്യയുടെ പുതിയ സാധ്യതകൾ തുറന്ന് ചിറ്റിലപ്പള്ളി IAS എഞ്ചിനീയറിംഗ് കോളേജിലെ അവസാന വർഷ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ ഇവ സ്മാർട്ട് റോബോട്ട് വികസിപ്പിച്ചെടുത്തു. മനുഷ്യനുമായി സംവദിക്കുവാനും കമാൻഡുകൾ അനുസരിച്ച് ചലിക്കുവാനും വീട്ടിലെ വൈദ്യുതി ഉപകരണങ്ങൾ നിയന്ത്രിക്കാനും ഈ റോബോട്ടിന് കഴിയും. ആദിൽ KS, ആഫ്രിൻ ഫൈസൽ, ഫർഹാൻ എന്നിവർ ചേർന്നാണ് സ്മാർട്ട് റോബോട്ട് നിർമ്മിച്ചത്. കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ S. ബ്രില്ലി സംഗീത, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ മേധാവി MK രചന, കോർഡിനേറ്റർ A. ബെൻസി വർഗീസ്, ഗൈഡ് PC സൗമ്യ എന്നിവരുടെ മാർഗനിർദ്ദേശത്തിലാണ് റോബോട്ട് നിർമ്മിച്ചത്. മഹാരാഷ്ട്രയിൽ നടന്ന 19ാമത് സീനിയർ ഫുട്ബോൾ നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ അരിമ്പൂർ സ്വദേശി ജൂഡ് പോളിന് സ്വർണ്ണ മെഡൽ. മിക്സഡ് ഡബിൾസിലാണ് സ്വർണം നേടിയത്. കേരള ടീമിൽ നിന്ന് പങ്കെടുത്ത 2 പേർ സ്വർണവും 11 പേർ വെങ്കലവും നേടി. ഫുട്ബോൾ അസോസിയേഷൻ ഓഫ് കേരളയിലെ പരിശീലകൻ കൂടിയാണ് ജൂഡ് പോൾ. അരിമ്പൂർ തേക്കാനത്ത് ചേർപ്പുകാരൻ CC ജോസിന്റെയും സബീനയുടെയും മകനാണ് ജൂഡ് പോൾ. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിദ്യാർത്ഥിയായിരുന്നു. ഗാന്ധിയൻ വലിയപുരയ്ക്കൽ കൃഷ്ണന്റെ ജന്മശതാബ്ദി ശനിയാഴ്ച ആഘോഷിക്കുമെന്ന് സംഘാടകർ ഗുരുവായൂരിൽ അറിയിച്ചു. ഗുരുവായൂർ പാവറട്ടി മേഖലയിലെ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ആഘോഷ പരിപാടികൾ മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ ഉദ്ഘാടനം ചെയ്യും. NK അക്ബർ MLA ഉപഹാരം സമർപ്പിക്കും. നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ് പൊന്നാട ചാർത്തും. സംഘാടക സമിതി ഭാരവാഹികളായ R. രവികുമാർ, അരവിന്ദൻ പല്ലത്ത്, ബാലൻ വാറനാട്ട്, VK ജയരാജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കൊരട്ടിക്കര വിഷ്ണു ഭഗവതി ക്ഷേത്രത്തിൽ മീനഭരണി നാളിൽ നടന്ന പൊങ്കാല ഭക്തി നിർഭരമായി. വിശേഷാൽ പൂജകൾക്ക് ശേഷം ക്ഷേത്രം പൂജാരി അനിൽ മേമ്പറമ്പത്ത് അടുപ്പിൽ അഗ്നി പകർന്നു. നിരവധി ഭക്തജനങ്ങളാണ് പൊങ്കാലയിടാനെത്തിയത്. ക്ഷേത്രം രക്ഷാധികാരി നമ്പിയാട്ടിൽ വിശ്വംഭരൻ, സെക്രട്ടറി ഘോഷ് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. പറപ്പൂർ സെന്റ് ജോൺ ഹയർ സെക്കൻഡറി സ്കൂളിലെ ത്രിദിന അവധിക്കാല ക്യാമ്പിന് തുടക്കമായി. ക്യാമ്പിന്റെ ഉദ്ഘാടനം മാനേജർ ഫാദർ സെബി പുത്തൂർ നിർവഹിച്ചു. PTA പ്രസിഡന്റ് PT ജോസഫ് അധ്യക്ഷത വഹിച്ചു. കലാഭവൻ സലീം, ആർട്ടിസ്റ്റ് പ്രേംപ്രകാശ്, ലൂയിസ് എന്നിവർ ക്ലാസ് നയിച്ചു. ക്യാമ്പ് വ്യാഴാഴ്ച സമാപിക്കും. പ്രധാന അധ്യാപകൻ ജോസഫ് PV, കോർഡിനേറ്റർ അലക്സ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. SNDP തൃശൂർ യൂണിയൻ യൂത്ത് മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പ് സംഘടിപ്പിച്ചു. SNDP യൂണിയൻ സെക്രട്ടറി മോഹൻ കുന്നത്ത് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് മൂവ്മെന്റ് തൃശൂർ യൂണിയൻ പ്രസിഡന്റ് VD സുശിൽ കുമാർ അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് SI NG സുബ്രതകുമാർ ക്ലാസ്സിലെത്തു. യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് NV രഞ്ജിത്ത്, SNDP യോഗം കേന്ദ്ര വനിതാ വിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ, പത്മിനി ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. ഈ അര ഗ്രാം MDMA നമ്മുടെ കൈവശം കിട്ടിയെന്ന് വിചാരിക്കുക. നമ്മുടെ മക്കളുടെ കൈവശം 1/2 ഗ്രാം MDMA കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഈക്വലൻ ടു 1 kg, 1 കിലോ കഞ്ചാവ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഇത്ര വലിപ്പമുണ്ടായിരിക്കും. ഈ 1 കിലോ കഞ്ചാവിന് ഈക്വലന്റ് ആണ് 1/2 ഗ്രാം MDMA. മാള റോട്ടറി ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ശനിയാഴ്ച മാള കാർമൽ കോളേജിൽ നടക്കും. ജനറൽ മെഡിസിൻ, ശ്വാസകോശ രോഗങ്ങൾ, ഹൃദയരോഗം, ENT എന്നീ വിഭാഗങ്ങളിലാണ് പരിശോധന നടക്കുന്നത്. ഓരോ വിഭാഗത്തിലും ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 50 പേർക്കാണ് സേവനം ലഭിക്കുക. ഭാരവാഹികളായ പോൾ പാറയിൽ, KS അലോഷ്യസ്, ലിജോ പ്ലാക്കൽ, KM മോഹനൻ, തോമസ് കൈതാരൻ, ജോഷി പെരേപ്പാടൻ എന്നിവർ അറിയിച്ചു. തളിക്കുളത്ത് ആളൊഴിഞ്ഞ വീടിന്റെ പുറകുവശത്തെ വരാന്തയിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. തളിക്കുളം പണിക്ക വീട്ടിൽ സഹീറിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വാടാനപ്പള്ളി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഹിംസയും ലഹരിയും വേണ്ട എന്ന മുദ്രാവാക്യമുയർത്തി ഡിവൈഎഫ്ഐ കൊടകര ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതുക്കാട് മനുഷ്യ ചങ്ങല സംഘടിപ്പിച്ചു. KK രാമചന്ദ്രൻ MLA ആദ്യ കണ്ണിയായി. തുടർന്ന് നടന്ന പൊതുയോഗം ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ജേക്സി തോമസ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് PN വിഷ്ണു അധ്യക്ഷനായി. ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി PD നെൽസൺ, പുതുക്കാട് മേഖലാ സെക്രട്ടറി ആൽബിൻ ചാക്കോ,
CPM കൊടകര ഏരിയ സെക്രട്ടറി PK ശിവരാമൻ തുടങ്ങിയവർ സംസാരിച്ചു. നൂറുകണക്കിന് പ്രവർത്തകർ മനുഷ്യച്ചങ്ങലയിൽ പങ്കാളികളായി. ഒരു വിദ്യാർത്ഥിയിൽ നിന്ന് ഇത് പിടികൂടിയാൽ ഇതൊരു ഡിവൈഎഫ്ഐ പ്രശ്നമാണോ, ഇതൊരു SFI പ്രശ്നമാണോ, ഇതൊരു യുവമോർച്ച BJP പ്രശ്നമാണോ, ഇതൊരു യൂത്ത് കോൺഗ്രസ് പ്രശ്നമാണോ? അല്ലേ അല്ല. നമുക്ക് അഭിപ്രായം എവിടെയും ഡിവൈഎഫ്ഐ പറഞ്ഞിട്ടില്ല. കനത്ത ചൂടിനെ തുടർന്ന് തളർന്നു വീണ വയോധികന് രക്ഷകനായി നിഷാദ് വരവൂർ. മുള്ളൂർക്കര റെയിൽവേ ഗേറ്റിന് സമീപം വെച്ചാണ് മധുര സ്വദേശി പ്രഭാകരൻ നടന്നു പോകുന്നതിനിടെ കുഴഞ്ഞു വീണത്. വായിൽ നിന്ന് നുരയും പതയും വന്ന് വീണ് കിടക്കുന്നത് കണ്ട് ഐസ്ക്രീം വിൽപ്പനക്കാരനും ലൈഫ് ഗാർഡ് പ്രവർത്തകനുമായ നിഷാദ് വരവൂർ പ്രഥമ ശുശ്രൂഷ നൽകുകയായിരുന്നു. ഇങ്ങനെ റോട്ടിൽ കിടന്നിട്ട് പെടയണ മാതിരി ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ നോക്കിയപ്പോൾ അവിടുന്ന് വായന്ന് നൊരയും പതിയും വന്നിരുന്നു. അപസ്മാരമാണ് സംഭവം. അപ്പോൾ ചാവി അപ്പുറത്തെ കടയിൽ നിന്ന് ചാവി മേടിച്ച് ഇരുമ്പിൻ്റെ ചാവി മേടിച്ച് കൊടുത്തു. അപ്പോൾ നോർമലായി. തമിഴ്നാട് സ്വദേശി എന്നാണ് പറഞ്ഞത്. കേരളത്തിലെ പ്രൈമറി വിദ്യാലയങ്ങളിൽ ആദ്യമായി കമാൻഡോ കിഡ്സ് പദ്ധതി നടപ്പിലാക്കിയ ആലത്തൂർ ALP സ്കൂളിൽ പരിശീലനം പൂർത്തിയാക്കിയ മൂന്നാമത് ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. CISF ഡെപ്യൂട്ടി കമാൻഡന്റ് MK വേണുഗോപാൽ സല്യൂട്ട് സ്വീകരിച്ചു. പ്രധാനാധ്യാപിക PM ജിൻസ, കമാൻഡോ കിഡ്സ് നോഡൽ ഓഫീസർ CG അനൂപ്, പരിശീലകൻ ശിവദാസൻ കോടിയത്ത്, മുൻ പ്രധാനാധ്യാപകൻ NS സന്തോഷ് ബാബു, PTA പ്രസിഡന്റ് PS സുനിൽ, MPTA പ്രസിഡന്റ് സുമി ബൈജു തുടങ്ങിയവർ സന്നിഹിതരായി. 2 വർഷം കൊണ്ട് 140 മണിക്കൂർ പരിശീലനവും 80 മണിക്കൂർ കായിക പരിശീലനവും പൂർത്തീകരിച്ച 4ാം ക്ലാസ്സിലെ 32 കുട്ടികളാണ് പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്തത്. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ ചാലക്കുടി ഫാഷൻ പോയിന്റ് അക്കാദമി നടത്തുന്ന ഫാഷൻ ഷോയും എക്സിബിഷനും ചാലക്കുടി ടൗൺ ഹാളിൽ വെള്ളിയാഴ്ച നടക്കും. ചാലക്കുടി നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ ഉദ്ഘാടനം ചെയ്യും. 70ഓളം മോഡലുകൾ ഫാഷൻ ഷോയിൽ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പാൾ ഷൈന ജോർജ്, അധ്യാപകമാരായ KP രമ്യ, KR അശ്വതി, കോർഡിനേറ്റർമാരായ PS സുജിത, ജിൻസി ജെയിംസ് എന്നിവർ പങ്കെടുത്തു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,510 രൂപ, പവന് 68,080 രൂപ. വെള്ളി ഗ്രാമിന് 112 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,399 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. പുലിഭീതി തുടരുന്നതിനിടെ ചാലക്കുടിയിലും കാടുകുറ്റിയിലും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി വനംവകുപ്പ്. മേഖലയിൽ 50ഓളം ട്രാപ്പ് ക്യാമറകൾ സ്ഥാപിച്ചു. കൊടുങ്ങല്ലൂർ മീനഭരണി ആഘോഷത്തിന് പരിസമാപ്തിയായി. കൊടുങ്ങല്ലൂരമ്മ പള്ളിമാടത്തിൽ എഴുന്നള്ളിയതോടെ കുരുമ്പക്കാവിൽ വെന്നിക്കൊടി ഉയർന്നു. തലോർ മൊബൈൽ ഷോപ്പിലെ കവർച്ച. മോഷണം പോയത് 9,85,000 രൂപയുടെ മൊബൈൽ ഫോണുകളെന്ന് പോലീസ്. മോഷ്ടാക്കൾ മലയാളികളാണെന്ന് നിഗമനം. ഒല്ലൂരിൽ നിർത്തിയിട്ട ലോറിയിൽ ബൈക്കിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. ചിറ്റിശ്ശേരി സ്വദേശി ആഷിഖാണ് മരിച്ചത്. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ നിന്ന് വീണ് യുവാവ് മരിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.